നജറാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മുഖാമുഖം ഇരുന്നു. അവർ സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നു. ആ വിശ്വാസങ്ങളിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിനോട് അവർക്കുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമാണത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനെ, ജഗന്നിയന്താവിനെ, പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുവാൻ ലോകത്തെ മനുഷ്യർക്ക് പൊതുവിൽ കഴിയില്ല. മനുഷ്യരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. പക്ഷേ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രഖ്യാപിക്കുവാൻ പറയുന്നത് അതാണ്. നജറാനിലെ ക്രൈസ്തവ സംഘത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതാണ്. ശരി, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും ലഭിക്കേണ്ടേ? ആ സ്നേഹത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് നിങ്ങൾ അർഹരായി തീരണ്ടേ? അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിലുള്ള മോക്ഷപ്രാപ്തി ഉണ്ടാകേണ്ടതില്ലേ? പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗത്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പ്രവാചകരെ അവരോട് പ്രഖ്യാപിച്ചേക്കുക, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ ഫോളോ ചെയ്യുക, ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുക, ഞാൻ കൊണ്ടുവന്ന സന്ദേശം സ്വീകരിക്കുക, എന്നിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾ സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കൂ. എങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നിങ്ങൾക്ക് ലഭിക്കൂ. എങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കൂ. ലോകത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, പടച്ചവനെ അംഗീകരിക്കുന്ന, പ്രപഞ്ചനാഥനെ അംഗീകരിക്കുന്ന കോടാനുകോടി മനുഷ്യരോട് ഇസ്ലാം പറയുന്ന കാര്യം അതാണ്. ഇതാ അള്ളാഹുവിനെയാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ, അള്ളാഹുവിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതാ നിങ്ങൾക്കിടയിലേക്ക് അവൻ്റെ പ്രവാചകൻ കടന്നു വന്നിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിരിക്കുന്നു. ആ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുക, ആ പ്രവാചകനെ നിങ്ങൾ പിന്തുടരുക, ആ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിൽ എത്തിച്ചേരാൻ കഴിയൂ.